മക്കളെ, ഈ ഒരു വീഡിയോ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതും എന്നാൽ നെക്സ്റ്റ് ഇയർ 8ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോയി റെഡി ആയി നിൽക്കുന്ന എൻ്റെ കുട്ടികളോട് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങളെല്ലാവരും ഇപ്പോൾ എത്രാം ക്ലാസ്സിലായിരിക്കും? 7th അല്ലേ? അപ്പോൾ ഈ ഒരു ഇയർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പുതിയതായിരിക്കും. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല, നോട്ട്സ് എവിടെയും. സാധാരണ നമ്മൾ അടുത്ത വർഷം പോകുമ്പോൾ തന്നെ നമ്മുടെ ചേട്ടന്മാരുടെയൊക്കെ ബുക്സ് നമ്മൾ വാങ്ങിക്കും, അവരുടെ ബുക്സൊക്കെ വെച്ച് പഠിക്കുന്നുണ്ടാവും, ഗൈഡൊക്കെ വെച്ച് പഠിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രാവശ്യം അതിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ സിലബസ് മാറി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ഓൾറെഡി നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലൊക്കെ പഠിച്ച മക്കളാണെങ്കിൽ ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഈ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഇയർ 8ാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ തവണ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് മാറിയത്. നെക്സ്റ്റ് ഇയർ ഇനി 6ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്സിനെയാണ് മാറാം. അപ്പോൾ ചിലപ്പോൾ എന്താണ്, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ഫേസ് ചെയ്ത അതേ കാര്യങ്ങളായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ഇയറും ഫേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടെയും ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവില്ല. അതായത് യൂട്യൂബിലൊന്നും നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല, കാരണം സിലബസ് മാറുമല്ലേ. ഇനി ചേട്ടന്മാരുടെ ബുക്സ് ഉപയോഗിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഗൈഡ് ഉപയോഗിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇത് കൺഫേംഡ് ആയിട്ടില്ല കേട്ടോ, മിസ് പറയാണ്, സാധ്യതയുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളിനി എന്ത് ചെയ്യും? 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ UP സെക്ഷനിൽ തന്നെ മാറി നമ്മൾ എന്താണ് ഇനി വലിയ കുട്ടികളിലേക്ക് ആവാൻ വേണ്ടി പോവാണ്, ഹൈസ്കൂൾ കുട്ടികളാവാൻ പോവാണ്. അപ്പോൾ നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇനി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഇനി എന്താക്കും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. കാരണം ഇത്രയും കാലം നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇനി 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ സയൻസിനെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അല്ലെ, രസതന്ത്രം, അതേപോലെ തന്നെ ഊർജ്ജതന്ത്രം, ജീവശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് വേറെയൊക്കെ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പം മിസ് ഇതൊക്കെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? അല്ല മക്കളെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയർ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലാതാക്കി മാറ്റാൻ എന്താ അപ്പം ചെയ്യുക? അല്ലെ, ഇപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ പോവുകയാണ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വിളിച്ച് പറയണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, നീ അതിലൂടെ പോയാൽ നീ ബ്ലോക്ക് ആയിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റൂട്ട് മാറ്റി പിടിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്തിനാണ് ഈ തിരക്കുള്ള സമയത്ത് പോണേ അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായാലും 8ാം ക്ലാസ്സിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല, എന്തായാലും പഠിച്ചേ പറ്റും. പക്ഷെ നമുക്ക് റൂട്ട് മാറ്റാം. നമ്മൾ എങ്ങനെയാണോ സാധാരണ പഠിച്ചുകൊണ്ടിരുന്നത് ആ റൂട്ട് നമുക്ക് മാറ്റി പിടിക്കാം അല്ലേ? അപ്പോൾ ആ റൂട്ട് മാറ്റി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള റൂട്ടിലൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ റെഡി ആക്കുന്നതാണ് നമ്മളുടെ ശക്തി ബാച്ച്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്. അപ്പോൾ നമ്മുടെ ശക്തി ബാച്ചിലൂടെ നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തരാൻ പോകുന്നത്? ഒന്നാമതായിട്ട് ഇനിയിപ്പോൾ സിലബസ് മാറോ, ടെക്സ്റ്റ് ബുക്ക് മാറോ, മാറാതിരിക്കുമോ, നിങ്ങൾക്ക് ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മളുടെ എക്സാമിനറിലൂടെ കിട്ടാൻ പോകുന്നത്. ഇനി അതിൻ്റെ നോട്ട്സ്, ഇപ്പോൾ നോട്ട്സൊക്കെ എവിടെ നമുക്ക് കിട്ടുക? ഞങ്ങളത് എഴുതിയെടുക്കണോ? അതിനൊന്നും എൻ്റെ മക്കൾ സമയം കളയണ്ട. നിങ്ങൾക്ക് എന്താണ് ആ നോട്ട്സ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ള ആ നോട്ട്സ് നിങ്ങൾക്ക് PDF ഫോമിൽ കിട്ടുന്നുണ്ടാകും. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വേണോ? അതും ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമ്മളുടെ ഗൈഡൊന്നും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ നമ്മളുടെ ശക്തി ബാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഗൈഡ് കംപ്ലീറ്റ് ഗൈഡ് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഇനി അതുകൂടാതെ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വർക്ക് ഷീറ്റ് ഉണ്ടാകും. ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. ഇനി എന്താണ്, നമുക്കിത് PYQs എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഉണ്ടാകും. ദെൻ മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ ശക്തി ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാകും? കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സിലബസ് മാറണോ? മാറിക്കോട്ടെ. ടെക്സ്റ്റ് ബുക്ക് പുതിയതാണോ? ആയിക്കോട്ടെ. നിങ്ങൾ 8ാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് പോകണം? പോയിക്കോട്ടെ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, ഞങ്ങൾ എക്സാമിനറിൻ്റെ ശക്തി ബാച്ചിലുണ്ട്, ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മിസ് ഇപ്പോൾ 7ാം ക്ലാസ് പോലും റെഡി ആയിട്ടില്ല, ഇനി എങ്ങനെയാണ് ഞങ്ങളെ ശക്തി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക? അച്ഛനും അമ്മ ഇപ്പോഴേ പറയുന്നുണ്ട് ആദ്യം 7ാം ക്ലാസ് പഠിക്കുക, ഇത് പഠിക്കാണ്ട് ശക്തി ബാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും ദേഷ്യപ്പെടും. മക്കളെ, നിങ്ങൾ നമ്മുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൻ്റെ നമ്മുടെ എക്സാമിനറിൻ്റെ സൃഷ്ടി ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അച്ഛനും അമ്മയോട് പറയാം, അച്ഛാ ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ എനിക്ക് 7ാം ക്ലാസ്സിൻ്റെ ബാച്ച് ഫ്രീ ആണ്. അവിടെയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ നോട്ട്സ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ 7ാം ക്ലാസ്സിനെ കുറിച്ചുള്ള പേടി മാറി കിട്ടിയില്ലേ?
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ വെറും 2,999 ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ ശക്തി ബാച്ച് കിട്ടുന്നത്. ഇതൊരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ മാത്രമല്ല, കംപ്ലീറ്റ് സബ്ജക്റ്റ്, കംപ്ലീറ്റ് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക്, അതും നമ്മുടെ 7ാം ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ പരീക്ഷയും അടിപൊളിയായിട്ട് എഴുതാം, അടുത്ത വർഷത്തെ 8ാം ക്ലാസ് സെറ്റാക്കാം. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലതെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. നമ്മുടെ എക്സാം വിന്നറുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല മിസ് എനിക്ക് ഇപ്പോൾ 7ാം ക്ലാസ് മാത്രം മതി, എനിക്ക് 8ാം ക്ലാസ് ഇപ്പോൾ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സൃഷ്ടി ബാച്ച് 7ാം ക്ലാസ്സിൻ്റെ ബാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. 599 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ മിസ് എന്തായാലും പറയും ഇത് നെക്സ്റ്റ് ഇയർ സെറ്റ് ആക്കുമ്പോൾ ഇത് ഫ്രീ ആയി കിട്ടുകയാണെങ്കിൽ ഇതല്ലേ നല്ലത് എന്ന് മിസ്സിൻ്റെ സജഷൻ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ പേടിപ്പിക്കുകയാണ് ഇനി എന്താക്കും, വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയാം ഞങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിലുണ്ട്, ഞങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും. ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് പോകണം, 7ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതണം എന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.